ഹലോ, ഇന്ന് നമുക്ക് ഗോളം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. ഒരു കമ്പനിയുടെ MD വാഷ്റൂമിനുള്ളിൽ തലയിടിച്ച് വീണ് മരിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. ആ കേസ് അന്വേഷിക്കാനെത്തിയ പോലീസ് ഓഫീസറിന് അത് കൊലപാതകമാണെന്ന് സംശയമുണ്ടാകുന്നു. എന്നാൽ ആ അന്വേഷണത്തിനൊടുവിൽ വലിയൊരു സത്യം ചുരുളഴിയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ആ സത്യം എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു IT കമ്പനിയാണ് കാണിക്കുന്നത്. അവിടേക്ക് കയറി വരികയാണ് കമ്പനി MD ആയ ജോൺ. കമ്പനി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കവേ ഷർട്ടിൽ കോഫി വീണ് കഴുകിക്കളയാനായി വാഷ്റൂമിലേക്ക് പോയ ജോൺ ആണെങ്കിലോ കുറെ സമയമായിട്ടും ഇറങ്ങി വരാത്തത് ശ്രദ്ധിച്ച സ്റ്റാഫ് വാഷ്റൂമിന്റെ കതക് തുറക്കാൻ നോക്കി, പക്ഷെ ലോക്കായിരുന്നു. സ്പെയർ കീ കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോൾ തലയിടിച്ച് രക്തം വാർന്ന് മരണപ്പെട്ട് കിടക്കുകയാണ് ജോൺ. അങ്ങനെ കേസ് അന്വേഷിക്കാനായി പോലീസും എത്തി. പോലീസ് ഓഫീസറായ സന്ദീപിന് അത് കൊലപാതകമാണെന്ന് സംശയമുണ്ട്. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയിട്ട് സംശയിക്കുന്ന വിധം ഒന്നും തന്നെ കിട്ടിയില്ല. പിടിവലി നടന്ന ലക്ഷണമോ ഒന്നും തന്നെയില്ല. ബോഡി ഡീറ്റെയിൽ ആയി പരിശോധിക്കണമെന്നും അവർ പറയും. പിന്നെ ഫിംഗർ പ്രിന്റ്സ് ഒന്നും കണ്ടെത്തിയതുമില്ല. ഒരു പ്രത്യേക പാറ്റേണിൽ മടക്കിയ ടിഷ്യൂ പേപ്പറും അവിടെ നിന്ന് കിട്ടിയ കാര്യം ഫോറൻസിക് വിഭാഗം സന്ദീപിനോട് പറഞ്ഞു. എന്നാൽ കൂടെയുള്ള പോലീസ് ഓഫീസറായ റഹീമാണെങ്കിലോ ഇത് വാഷ്റൂമിൽ തെന്നി വീണ് തലയിടിച്ച് രക്തം വാർന്ന് മരണപ്പെട്ടതാണ്, അല്ലാതെ കൊലപാതകമൊന്നുമല്ല എന്ന് പറയുമ്പോൾ ബാത്റൂമിൽ തെന്നി വീഴാൻ സ്ലിപ്പാകുന്ന രീതിയിൽ ഒന്നും തന്നെ അവിടെയില്ല. മാത്രവുമല്ല പൂട്ടിൽ പിടിച്ചതിൻ്റെയൊക്കെ ലക്ഷണവുമുണ്ടെന്ന് സന്ദീപ് പറയും. ജോണിന്റെ ഫാമിലിയെ പറ്റി അന്വേഷിച്ചപ്പോൾ ജോണ് 2 വിവാഹം കഴിച്ചിട്ടുണ്ട്, 2 ഡിവോഴ്സായി. പിന്നെ ജോണിന് ഒരു ബിസിനസ് പാർട്ട്ണറുണ്ട്, ജിപ്സൺ. അയാളിപ്പോൾ തിരുവനന്തപുരത്തുണ്ടെന്ന് അറിഞ്ഞു. കമ്പനിയിലുള്ള എല്ലാവരുടെയും ഫോണും വാങ്ങിവെച്ചു. എല്ലാ സ്റ്റാഫുകളെയും ചോദ്യം ചെയ്തു. ബാഗും പരിശോധിച്ചു. അതിലൊരു പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ഉറക്ക ഗുളിക കിട്ടി. അവൾക്കാണെങ്കിൽ ഉറക്കമില്ലാത്തതിനാൽ വീടിനടുത്ത മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിയതാണെന്ന് പറയുമ്പോഴോ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗുളിക കൊടുത്ത മെഡിക്കൽ സ്റ്റോറിനെ പറ്റി അന്വേഷിക്കുവാനായും സന്ദീപ് പറഞ്ഞു. കൂടാതെ ജോണും കമ്പനിയിലൊരു സ്റ്റാഫുമായി കഴിഞ്ഞ ആഴ്ച ഒരു പ്രശ്നമുണ്ടായി. ആരോടും ദേഷ്യപ്പെടാത്ത ജോൺ ആദ്യമായി ദേഷ്യപ്പെട്ടത് അന്ന് ഞങ്ങൾ കണ്ടുവെന്ന് മറ്റൊരു സ്റ്റാഫ് പറയുമ്പോഴോ ജോണുമായി പ്രശ്നമുണ്ടായ സ്റ്റാഫിനെ ചോദ്യം ചെയ്യും. അവൻ ചെയ്ത വർക്ക് ഇഷ്ടമാകാത്തതുകൊണ്ടാണ് സാറ് വഴക്ക് പറഞ്ഞത്, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ലെന്ന് ആ സ്റ്റാഫ് പറഞ്ഞു. എന്നാൽ സന്ദീപിനാണെങ്കിലോ കൊല നടത്തിയവർ തെളിവ് അവശേഷിപ്പിക്കാതിരിക്കാൻ ഗ്ലൗസ് ഇട്ട് കാണും. അതായിരിക്കാം ഫിംഗർ പ്രിന്റ്സ് ഒന്നും ഉണ്ടാകാത്തത് എന്ന് ചിന്തിക്കും. ഒരാൾ ഗ്ലൗസ് ഇട്ടാൽ അതിന്റെ സ്മെല്ല് കയ്യിൽ നിന്നും പോകില്ല എന്ന് ചിന്തിച്ച സന്ദീപ് എല്ലാ സ്റ്റാഫിന്റെയും കൈയാണെങ്കിൽ സ്മെല്ല് ചെയ്തു നോക്കി. എന്നിട്ടും ഒരു തെളിവും കിട്ടിയില്ല. അതേസമയം ഒരു ഫോൺ കോൾ വന്ന് ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങിയ റഹീമാണെങ്കിലോ അവിടെ സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ ഒരു വർക്കിന്റെ കാര്യത്തിനായി മാത്രം ജോണിനെ കാണാൻ വന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ബാഗിൽ ആരും കാണാതെ എന്തോ തപ്പുന്നതൊക്കെ റഹീം കാണും. അവനോട് ബാഗ് തരാൻ പറഞ്ഞപ്പോഴോ അവൻ റഹീമിനെ തള്ളിയിട്ടിട്ട് പുറത്തേക്കോടി. ഒടുവിൽ സന്ദീപും മറ്റു പോലീസുകാരും ചേർന്ന് അവനെ പിടികൂടി. ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ കഞ്ചാവായിരുന്നു. അവനെ അകത്ത് കൊണ്ടുപോയി വിലങ്ങിട്ടു. സാർ, ഞാനൊന്നും ചെയ്തില്ല. ഇവിടെ ഇന്ന് പോലീസൊന്നും കാണുമെന്ന് ഞാൻ അറിഞ്ഞില്ല, പേടിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നിനക്കുള്ളത് പിന്നെ തരാം, തൽക്കാലം ഇവിടെ ഇരിക്കാനായി റഹീം പറഞ്ഞു. അതേ സമയമായിരുന്നു ജോണിന്റെ ബിസിനസ് പാർട്ട്ണറായ ജിപ്സൺ ഓഫീസിലേക്ക് വന്നത്. ജിപ്സണിനെ ചോദ്യം ചെയ്തപ്പോഴോ ഒരാഴ്ച മുമ്പ് ഒരു കല്യാണത്തിനായിട്ടാണ് താൻ വന്നതെന്ന് ജിപ്സൺ പറയും. ജോണിനെ കണ്ടില്ലേ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ഇല്ല, ഫോൺ വിളിച്ചു. പിന്നെ ജോണിനെ അവസാനമായി കണ്ടത് 2 ആഴ്ച മുമ്പ് ദുബായിൽ വെച്ചാണെന്ന് അയാൾ പറയുകയാണ്. ജോൺ മരിച്ചല്ലോ, അപ്പോൾ ഇനി സ്വത്ത് ആർക്കായിരിക്കുമെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അത് സഹോദരന്റെ പേരിൽ മുൻപേ എഴുതി വെച്ചിട്ടുള്ള കാര്യം ജിപ്സൺ പറഞ്ഞു. ജിപ്സന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ സന്ദീപിന് കിട്ടിയില്ല. അങ്ങനെ ജിപ്സൺ അവിടെ നിന്നും പോകും. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് സിഗരറ്റ് വലിക്കാനിറങ്ങിയ സന്ദീപ് കമ്പനിയിലെ ഒരു സ്റ്റാഫിന്റെ കാറിൽ പൂവ് പോലെ ഒരു ചിത്രം വരച്ചിരുന്നത് കാണും. അത് കണ്ട സന്ദീപ് പണ്ട് അച്ഛന്റെ കൂട്ടുകാരനായ കുര്യാക്കോസ് ഡോക്ടറിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടി സന്ദീപിന്റെ കാറിൽ ഇതേ ചിത്രം വരച്ചത് അവൻ ഓർമ്മ വരും. ഉടനെ തന്നെ അവൻ കമ്പനിയിലെ ആ കാറിന്റെ ഓണറായ അരുണിന്റെ ഫോൺ പരിശോധിക്കും. പക്ഷേ ഫോൺ മാറിയിരുന്നു. മറ്റൊരു സ്റ്റാഫിന്റെ ഫോണായിരുന്നു സന്ദീപ് പരിശോധിച്ചത്. അതേസമയം അരുണിന്റെ ഫോണാണെന്ന് പറഞ്ഞ് ഒരു ഫോണാണെങ്കിലും വനിതാ പോലീസ് അവിടേക്ക് കൊണ്ടുവരും. അങ്ങനെ 2 ഫോണുകളിലെയും ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ ഹിസ്റ്ററിയിൽ ഡോക്ടർ കുര്യാക്കോസിന്റെ ഡീറ്റെയിൽസ് കണ്ടു. എല്ലാ സ്റ്റാഫുകളുടെയും ഫോൺ പരിശോധിച്ചതിൽ ലൊക്കേഷൻ ഹിസ്റ്ററിയിൽ കുര്യാക്കോസ് ഡോക്ടറിനെ കാണാൻ പോയതിന്റെ ഡീറ്റെയിൽസ് കണ്ടു. കൂടാതെ ആ കുട്ടി ഉറക്ക ഗുളിക വാങ്ങിയ മെഡിക്കൽ സ്റ്റോർ കണ്ടെത്തിയ പോലീസ് സന്ദീപിനെ വിളിച്ചിട്ട് ഡോക്ടർ കുര്യാക്കോസിന്റെ പ്രിസ്ക്രിപ്ഷനുമായാണ് ആ പെൺകുട്ടി വന്നതെന്നും പറയും.
ഉടനെ തന്നെ സന്ദീപ് കുര്യാക്കോസിനെ കാണാനായി പോയി. താൻ വരുന്നതുവരെ ആരും പുറത്തേക്ക് പോകരുതെന്ന് കമ്പനിയിലുള്ള സ്റ്റാഫിനോട് പറഞ്ഞ് പോലീസിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കുര്യാക്കോസിനെ കാണാനെത്തിയ സന്ദീപ് കമ്പനിയിലെ 13 സ്റ്റാഫിനെയും ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് തുറന്നു പറയാൻ ഡോക്ടർ കൂട്ടാക്കിയില്ല. ഒടുവിൽ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടറാണെങ്കിലോ സത്യം തുറന്നു പറഞ്ഞു. ഒരിക്കൽ ജോണിന്റെ കമ്പനിയിലെ മീര എന്നൊരു പെൺകുട്ടിയെ കൺസൾട്ട് ചെയ്തിരുന്നത് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കുര്യാക്കോസിന്റെ ഭാര്യയായിരുന്നു. വർഷങ്ങൾ കാത്തിരുന്നാണ് അവൾ ഗർഭിണിയായത്. ഒരിക്കൽ വയറുവേദനയായി മീരയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് കുഞ്ഞ് മരിച്ചുപോയ കാര്യം അറിഞ്ഞതും. പരിശോധിച്ചപ്പോൾ മീരയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ മാനസികമായി തകർന്നു പോയ മീരയെ പിന്നീട് കുര്യാക്കോസാണ് കൺസൾട്ട് ചെയ്തതും. മീരയുടെ ആരോഗ്യസ്ഥിതി വഷളായപ്പോൾ കുര്യാക്കോസും മീരയ്ക്കൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തി. അതിൽ നിന്നും ഒരു ഫോറിൻ കണ്ടന്റ് ബ്ലഡിൽ ഉള്ളതായി കണ്ടു. അതെന്താണെന്നറിയില്ല. അതേ സമയത്തായിരുന്നു ജോണിന്റെ കമ്പനിയിലെ മറ്റ് 2 സ്റ്റാഫുകളും ഡോക്ടറിനെ കാണാനായി എത്തിയത്. ഒരാൾക്ക് കേൾവിശക്തി കുറയുന്നു, മറ്റൊരാൾക്ക് തളർച്ചയും തലവേദനയും ക്ഷീണവും ഒക്കെയായിരുന്നു. ജോണിന്റെ കമ്പനിയുടെ പേര് പറഞ്ഞതും ഡോക്ടറിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. വി ടെക്നോളജി പോലെ വി ഫാർമാസ്. അതിന്റെ ഓണറും ഈ ജോൺ ആയിരുന്നു. വന്ന 2 സ്റ്റാഫിന്റെ ബ്ലഡ് പരിശോധിച്ചതിലും മീരയുടെ ബ്ലഡിൽ കണ്ടതുപോലെ തന്നെ ഒരു ഫോറിൻ കണ്ടന്റ് കാണുകയുണ്ടായി. അങ്ങനെ ഡോക്ടർ ജോണിനെയും ജോണിന്റെ വി ഫാർമാസ് എന്ന മരുന്ന് കമ്പനിയെ പറ്റിയും അന്വേഷിച്ചു. അവിടെ ഒരുപാട് മരുന്നുകളുടെ പരീക്ഷണവും കണ്ടുപിടുത്തവും നടക്കുകയാണ്. അവർ വികസിപ്പിച്ചെടുത്ത ഒരു വൈറസാണ് റെഡ് വൈറസ് എന്ന കാര്യം ഡോക്ടർ കണ്ടെത്തി. കമ്പനിയിലുള്ള ബാക്കി 13 പേരെയും ഡോക്ടർ കാണും. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു. കാഴ്ച കുറയുന്നയാൾ, മുടി കൊഴിയുന്നയാൾ, മറവി ബാധിച്ചയാൾ, മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നയാൾ, ഉറക്കമില്ലാത്തയാൾ എന്നിങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു ഓരോരുത്തർക്കും. ഇവരുടെ എല്ലാം ബ്ലഡിലെ ആ ഒരു ഫോറിൻ കണ്ടന്റ് വി ഫാർമാസിൽ വികസിപ്പിച്ചെടുത്ത റെഡ് വൈറസ് ആണെന്ന് ഡോക്ടർ കണ്ടെത്തി. അതെങ്ങനെ ഇവരുടെ ശരീരത്തിലെത്തി എന്നറിയാൻ ഓഫീസിലെ സ്റ്റാഫിനോട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തിരക്കുമ്പോൾ ഓഫീസിൽ മാത്രം നൽകുന്ന വെള്ളം, കോഫി, കുക്കീസ് ഉണ്ട്. ഇതാണ് അവർ അവിടെ വെച്ച് കഴിക്കുന്നത്. ഇത് സ്ഥിരമായി അവർ കഴിക്കുന്നുണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴോ അതുവഴിയാണ് റെഡ് വൈറസ് സ്റ്റാഫുകളിൽ എത്തിയതെന്ന കാര്യം ഡോക്ടറിന് മനസ്സിലായി. ജോണിന്റെ ലാബിൽ വികസിപ്പിച്ചെടുത്ത കോഫി പൗഡർ, കുക്കീസ്, വെള്ളമൊക്കെയാണ് 13 സ്റ്റാഫുകളും ഉപയോഗിക്കുന്നത്. ജോണിന്റെ യഥാർത്ഥ പ്ലാൻ എന്തെന്നാൽ റെഡ് വൈറസ് എങ്ങനെയും ഒരുപാട് ജനങ്ങളിൽ എത്തിക്കണം, അത് ജനങ്ങളിൽ വ്യാപിക്കണം, എന്നിട്ട് ജോണിന്റെ മരുന്ന് കമ്പനി തന്നെ വികസിപ്പിച്ച വാക്സിൻ പുറത്തിറക്കണം. അതാണ് ബിസിനസ് എന്നാണ് ജോണിന്റെ പ്ലാൻ. അങ്ങനെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റാഫുകളാണെങ്കിലോ ജോൺ ട്രിപ്പ് പോയ സമയം നോക്കി കമ്പനിയിലെ ജോണിന്റെ ലാപ്ടോപ്പിലെ ഡേറ്റാസ് എല്ലാം പെൻഡ്രൈവിലാക്കി ഡോക്ടറിന് നൽകി. അതിലൊരു പഞ്ചിങ് മെഷീന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു. എന്താണതെന്ന് കണ്ടുപിടിക്കാനായി ടെക്നീഷ്യൻ അയക്കുമ്പോഴാണ് അത് മനുഷ്യന്റെ ബോഡി DNA ഒക്കെ കണ്ടെത്തുന്ന മെഷീനാണെന്നറിഞ്ഞു. എങ്ങനെയാണെന്നാൽ കമ്പനിയിലൊരു പഞ്ചിങ് മെഷീനുണ്ട്. സ്ഥിരം കോഫിയും കുക്കീസും ഒക്കെ കഴിക്കുമ്പോൾ വൈറസ് ആണെങ്കിലോ സ്റ്റാഫുകളുടെ ഉള്ളിൽ ചെന്നു. പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്യുന്നതിലൂടെ ജോണിന്റെ ആളുകൾക്ക് അതറിയുവാനായി പറ്റുമായിരുന്നു. അങ്ങനെ സത്യമെല്ലാം കണ്ടെത്തിയ ഡോക്ടർ സ്റ്റാഫുകളോട് എല്ലാം തുറന്നു പറഞ്ഞു. ജോണിന്റെ പരീക്ഷണത്തിനു വേണ്ടി ബലിയാടായ അല്ലെങ്കിൽ പരീക്ഷണ വസ്തുക്കളായ 13 മൃഗങ്ങൾ മാത്രമായിരുന്നു തങ്ങളെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർക്കത് സഹിക്കാനായില്ല. ജോണിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഡോക്ടർ പറയുമ്പോൾ പറ്റില്ല, ഞങ്ങളെപ്പോലെ എത്ര പേരെ അവൻ ബലിയാടാക്കി കാണും. നിയമത്തിനവനെ വിട്ടുകൊടുത്താൽ അവൻ പുറത്തു വന്ന് വീണ്ടും ഇത് തന്നെ ചെയ്യും. ആയതിനാൽ അവനെ കൊല്ലണമെന്ന് അവർ പ്ലാൻ ചെയ്യും. പക്ഷെ ആര്, എങ്ങനെയൊന്നും അറിയില്ലെന്ന് ഡോക്ടർ സന്ദീപിനോട് പറഞ്ഞു. അവർ നിരപരാധികളാണ്. ജോൺ ചെയ്ത തെറ്റിനാണ് അവരനുഭവിച്ചത്. മനസാക്ഷിയുടെ കോടതിയിൽ 13 പേരും തെറ്റുകാരല്ലെന്ന് പറയുമ്പോഴോ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് സന്ദീപ് പറയും. സന്ദീപ് ആണെങ്കിൽ തിരികെ കമ്പനിയിലെത്തി. അവിടെ പിടിച്ചു നിർത്തിയിരുന്ന 13 പേരെ കാണുമ്പോഴും സന്ദീപിന്റെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മ വരും. അവരനുഭവിച്ചത്, അവരിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം സന്ദീപിന് ഓർമ്മ വരും. സന്ദീപ് 13 പേരെയും വിട്ടയച്ചു. ജോണിന്റെ പിന്നിലുള്ള ആ ഒരു മരുന്ന് കമ്പനി കണ്ടെത്തണമെന്ന തീരുമാനമായി സന്ദീപിന്. അങ്ങനെ സന്ദീപ് അന്വേഷണം ആരംഭിച്ചു. എന്നാലും ജോണിന്റെ മരണത്തിന് പിന്നിൽ ആരാണ് എന്ന് സന്ദീപ് കണ്ടെത്തുവാനായി ശ്രമിച്ചു. CCTV ചെക്ക് ചെയ്തപ്പോഴോ ഒന്നും കിട്ടിയതേയില്ല. എന്നാൽ ഒരു കാര്യം അവന് മനസ്സിലായി. CC ക്യാമറ ഉള്ളത് കമ്പനിയുടെ പുറത്തും കമ്പനിക്കകത്തും മാത്രമാണ്. ജോണിന്റെ ക്യാബിനിലും വാഷ്റൂമിന്റെ പരിസരത്തും CC ക്യാമറ ഇല്ല. എന്നാൽ CC ക്യാമറ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുന്ന ഓരോ സ്റ്റാഫുകളും തിരികെ വരുന്നത് ഒരേ സമയമാണെന്ന് സന്ദീപ് കണ്ടെത്തി. 13 പേരും പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്ന് സന്ദീപിന് മനസ്സിലായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. 13 പേരും എങ്ങനെ ജോണിനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ജോണിന് ശ്വാസമുട്ടുള്ളതിനാൽ ഗുളിക ഉണ്ടെങ്കിൽ മാത്രമേ അവന് ശ്വാസമുട്ട് വന്നാൽ ജീവിക്കാനാകൂ എന്നവർക്കറിയാം.
എങ്ങനെയും വാഷ്റൂമിൽ ജോണിനെ വരുത്തണമെന്ന് അവർ പ്ലാൻ ചെയ്യും. അതിനു മുൻപ് ജോണിന്റെ വിശ്വസ്തനായ രാജീവിനെ മാറ്റണം. ജോൺ എന്ത് പറഞ്ഞാലും ചെയ്താലും അതിനപ്പുറം രാജീവിനില്ല. അങ്ങനെ രാജീവിനെ ഒരു മീറ്റിംഗ് നടത്തി അതിലേക്ക് മാറ്റി. രാജീവ് അറിയാതെ ഫോണും സൈലന്റ് ആക്കി. കോഫി മെഷീനിൽ ജോലിക്കാരിയെ കൊണ്ട് പേപ്പർ തിരികെ വെച്ചു. കാരണം അത് ഓൺ ആക്കുമ്പോൾ ജോണിന്റെ ദേഹത്തേക്ക് കോഫി തെറിക്കും. അങ്ങനെ ജോലിക്കാരി ജോൺ അറിയാതെ അതും സെറ്റ് ചെയ്തു. അങ്ങനെ സ്റ്റാഫുകൾ CCTVയിൽ വരാതെ ഒളിച്ചൊളിച്ചു പോയി. വാഷ്റൂമിന്റെ കതക് ഓപ്പൺ ആയ ഉടനെ ജോൺ കയറി കഴിഞ്ഞാൽ ലോക്കാകുവാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഡോറിൽ സെറ്റ് ചെയ്തു വെച്ചു. ജോൺ കയറി കതക് ലോക്കായാൽ ഉടൻ തന്നെ ഒരു സ്ലൈഡ് കാണിച്ചിട്ട് ഇതുകൊണ്ട് കതക് ലോക്കാക്കണം. ജോണിന്റെ അനക്കമില്ലാതായി എന്ന് ഉറപ്പു വന്നാൽ സ്ലൈഡ് പുറത്തെടുക്കണമെന്നും പ്ലാനിട്ടു. മെയിൻ പ്ലാൻ എന്തെന്നാൽ വാഷ്റൂമിനുള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടണം. അതിനാദ്യമായി സെക്യൂരിറ്റിയെ കൊണ്ട് പഴയ ഓസ് ചീത്തയായി എന്ന് പറയിപ്പിച്ച് പുതിയതൊന്ന് വാങ്ങിപ്പിച്ചു. പഴയ ഓസാണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിരിക്കുന്നതിന് മുകളിൽ വെച്ചു. ഇവരെല്ലാം ഒറ്റക്കെട്ടായാണ് പ്ലാൻ ചെയ്ത് നടത്തുന്നത്. അങ്ങനെ പ്ലാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ആദ്യം ഒരു സ്റ്റാഫ് അവന്റെ കാർ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിരിക്കുന്നിടത്തേക്ക് പാർക്ക് ചെയ്തു. CC ക്യാമറ ഇല്ലാത്തടത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിരിക്കുന്നതും കാർ പാർക്ക് ചെയ്തതും. മറ്റൊരു സ്റ്റാഫ് CC ക്യാമറയിൽ നിന്ന് മാറി നടന്ന് കാറിന് മുകളിലേക്ക് കയറി ബലൂൺ വെച്ച് വാഷ്റൂമിലേക്കുള്ള കുഴലിൽ അത് കെട്ടി. ഓസ് വഴി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണക്ഷനും കൊടുത്തു. അകത്ത് കോഫി മെഷീനിന്റെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കോഫി തെറിച്ച് ജോൺ കഴുകാനായി ഡോർ തുറന്നു പോയതും ടിഷ്യൂ പേപ്പർ മാറി കതക് ലോക്കായി. അതേസമയം മറ്റൊരു സ്റ്റാഫ് വെള്ളമെടുക്കാൻ പോകുന്നതായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് വാഷ്റൂമിനടുത്ത് ചെന്ന് സ്ലൈഡ് കൊണ്ട് കതക് ലോക്കാക്കി. പിന്നെ 3 പേർ കമ്പനിക്ക് പുറത്തുണ്ട്. 2 പേർ ക്യാമറയ്ക്കടുത്ത് കസേരയിലുണ്ട്. ഒരാളാണെങ്കിലോ ക്യാമറയ്ക്ക് മറ്റൊരു സൈഡിലായിരുന്നു ഇരുന്നത്. ക്യാമറയുടെ മറ്റൊരു സൈഡിലിരുന്ന ആ ഒരു സ്റ്റാഫാണെങ്കിലോ നേരെ പോയി ടൈം ആയതും കാർബൺ ഡൈ ഓക്സൈഡ് തുറന്നുവിട്ടു. വാഷ്റൂമിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അധികമായി വന്നു. ജോണിന് ശ്വാസം മുട്ടുവാനായും തുടങ്ങി. ഡോർ തുറക്കാൻ നോക്കുമെങ്കിലും പറ്റുന്നില്ല. ശബ്ദം ആരും കേൾക്കാതിരിക്കാനായി ജോലിക്കാരിയാണെങ്കിലോ വാക്വം ക്ലീനർ ഓണാക്കി. ബാക്കിയുള്ളവരാണെങ്കിലോ നോർമലായി വർക്ക് ചെയ്തു. ജോൺ കതക് തുറക്കാൻ നോക്കി, നടക്കുന്നില്ല. എന്നാൽ ജോൺ ആണെങ്കിലോ ശ്വാസം മുട്ടുകൂടി തറയിൽ വീണ് തലയിടിച്ച് മരിച്ചു. 10% കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചാൽ മരണപ്പെടും. അതിനു മുൻപ് ജോണിന് ശ്വാസതടസ്സം വരും. ഗുളികയില്ലാതെ പറ്റില്ല, മരണപ്പെടും. ആ ഗുളിക സ്റ്റാഫുകൾ എടുത്ത് മാറ്റി. ശ്വാസതടസ്സം വന്നായിരിക്കും ജോൺ മരിക്കുക. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യത്തിൽ സംശയം തോന്നില്ലെന്ന് അവർക്കറിയാം. അങ്ങനെ സമയം കഴിഞ്ഞതും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണക്ഷൻ മാറ്റി. ഡോറിലെ സ്ലൈഡും സംശയമില്ലാതെ മാറ്റി. എല്ലാവരും പ്ലാൻ വർക്കൗട്ട് ആയതിനാൽ സമാധാനത്തിലിരിക്കും. അപ്പോഴാണ് രാജീവിനെ ജിപ്സൺ കോൾ ചെയ്തതും. ജോണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതിനാലാണ് വിളിച്ചത്. അങ്ങനെ രാജീവ് വാഷ്റൂമിന്റെ കതക് തട്ടിയിട്ടും തുറക്കാതായതിനാൽ സ്പെയർ കീ വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് ജോൺ മരിച്ചു കിടക്കുന്നത് കണ്ടത്. തലയിടിച്ച് രക്തം വാർന്നപ്പോഴോ സ്റ്റാഫിന് ആകെ ടെൻഷനായി. എന്നാലും പോലീസിന് സംശയം തോന്നിക്കാതിരിക്കാൻ അവർ പിടിച്ചു നിന്നു. സത്യമെല്ലാം സന്ദീപ് മനസ്സിലാക്കി. അടുത്ത ദിവസം സന്ദീപ് ഉയർന്ന ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ബാത്റൂമിൽ തലയിടിച്ച് വീണാണ് ജോൺ മരിച്ചതെന്നായിരുന്നു റിപ്പോർട്ടിൽ. സന്ദീപിന് സത്യം അറിയാമെങ്കിലും ആ പാവപ്പെട്ട 13 സ്റ്റാഫുകൾക്ക് വേണ്ടി അതവൻ മറച്ചുവെച്ചു. ഡോക്ടർ വഴി ജോണിന്റെ ലാബ് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ കണ്ടെത്തിയ സന്ദീപ് അവിടേക്ക് പോവുകയാണ്. കാടിനുള്ളിൽ ആരാലും കണ്ടെത്താനാകാത്ത വിധമായിരുന്നു ആ ലാബ്. ജോണിനൊപ്പം എല്ലാത്തിനും പിന്നിൽ ജിപ്സണുമുള്ള കാര്യം സന്ദീപ് കണ്ടെത്തിയിരുന്നു. ലാബിലേക്ക് പോകുന്ന ഒരു ലോറിയിൽ സന്ദീപ് ഓടിക്കയറുകയാണ്. മറ്റൊരു വശത്ത് ജോണിന്റെ സ്ഥാനത്തേക്ക് കമ്പനിയിൽ ജിപ്സൺ എത്തുകയാണ്. ജിപ്സൺ തന്റെ അധികാരം കമ്പനിയിൽ സ്ഥാപിച്ചു. ജിപ്സണിനെ നോക്കിയിരിക്കുന്ന 13 സ്റ്റാഫുകളെയും കാണിച്ചുകൊണ്ട് 2ാം പാർട്ടിനൊരു സാധ്യതയുണ്ട് എന്ന സൂചനയും നൽകി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.